മൂവി വേൾഡ് മീഡിയയുടെ പ്രതിനിധി പ്രിയപ്പെട്ട ഹൈദരാലിയെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മൾക്ക് മനസ്സിലൊരു സന്തോഷം പകർന്നു. ഇങ്ങനെ ഒരു സംഘടന അല്ലേ, എന്നും പിന്നിൽ നിൽക്കുന്നവരാണ് എഴുത്തുകാർ. ഇവരൊരു സംഘടന ഇത്രയും വലിയൊരു മിന്നും താരമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കലാകാരന്മാർ, നിങ്ങളെപ്പോലെ മിമിക്രി ചെയ്യുന്ന കലാകാരന്മാർ, ഇവരെ കൊണ്ടുവന്ന് ഇത്ര ഒരു പ്രോഗ്രാം ചെയ്യുമ്പം അഭിമാനിക്കാവുന്നൊരു മുഹൂർത്തത്തല്ല നമ്മളെല്ലാം. ഈ സമയം എങ്ങനെ ഓർത്തെടുക്കുന്നു രണ്ടുപേരും? അല്ല, വലിയ അഭിമാനമാണ്. കാരണം എത്രയോ കാലങ്ങളായിട്ട്, അതായത് ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ കേൾക്കുന്നൊരു കാര്യമുണ്ട്, മിമിക്രി അവസാനിച്ചു, ഇതോടുകൂടി കഴിഞ്ഞു, തമാശ കഴിഞ്ഞു എന്നൊക്കെ പറയും, നമ്മൾ കേൾക്കാറുണ്ട്. ഇതിന് അധികകാലം ഓടില്ല എന്നൊക്കെ. പക്ഷേ പുതിയ പുതിയ കലാകാരന്മാരും അവരുടെ പുതിയ പുതിയ ചിന്തകളും ഉണ്ടായാൽ ഇതൊരിക്കലും അവസാനിക്കില്ല. അതിനുള്ള തെളിവാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, പിന്നെ ഒരു സിനിമ എഴുതിയാൽ, നമ്മളൊരു ബുക്ക് എഴുതിയാൽ, ഒരു സീരിയൽ എഴുതുമ്പോഴും എല്ലാം ആ എഴുത്തുകാരൻ എപ്പോഴും ശ്രദ്ധിക്കപ്പെടും. ആ എഴുത്തുകാരൻ്റെ പേര് ടൈറ്റിൽ കാർഡിലെങ്കിലും ഉണ്ടാകും. പക്ഷേ ഈ കോമഡി പരിപാടികളിൽ സ്കിറ്റ് എഴുതുന്ന ആളുകളെ സത്യത്തിൽ അങ്ങനെ പലയിടത്തും മെൻഷൻ ചെയ്യാറില്ല. ഒരുപാട് പരിപാടികൾ അവനവൻ ചെയ്യുന്ന പരിപാടികൾ ഭൂരിപക്ഷം അവനവൻ എഴുതിയിട്ടാണ് ഒരുപാട് പേര് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ അതിനപ്പുറം തിരക്കുകൾ വർദ്ധിക്കുമ്പോൾ സ്കിറ്റുകൾ പിന്നണിയിൽ ഒരുപാട് ആളുകൾ വളരെ ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നുണ്ട്. അവർക്ക് ചിലപ്പം ഒരു ഡിജിറ്റൽ സ്പേസിലോ സാറ്റലൈറ്റ് സ്പേസിലോ ഒക്കെ അവരുടെ മുഖപരിചയം ഇല്ലാത്തതുകൊണ്ട് അവർക്കൊരു വാണിജ്യ മൂല്യം ഉണ്ടായിക്കൊള്ളണമെന്നുള്ള നിർബന്ധമില്ല. പക്ഷേ അവരുടെയും കൂടെ ഇൻ്റലക്ച്വൽ കണ്ടൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രശസ്തരായ ആളുകൾ ഇത്രയും പേര് എല്ലാവരും ഇവിടെ ഈ ലെവലിൽ വരുന്നത് അവരോടുള്ള തിരിച്ച് നമുക്ക് ചെയ്യാവുന്ന കടപ്പാടിൻ്റെയും കൂടെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ അലിയെ പോലെയും ആളിനെ പോലെ ഇതിനോട് സഹകരിക്കുന്ന മറ്റാളുകൾ, അവരുടെ എല്ലാവരുടെയും കൂടെ സഹകരണം കൊണ്ടാണ് നടന്നു പോകുന്നത്. പുതിയ പ്രൊജക്റ്റിനെ കുറിച്ചൊന്ന്, രണ്ടുപേരുടെയും പുതിയ പ്രൊജക്റ്റൊന്ന് നമുക്ക് പ്രേക്ഷകർക്കൊന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ. ഇപ്പം തലവനിൽ മിന്നിത്തിളങ്ങി നിൽക്കുകയാണ്. തലവനാണിപ്പോൾ റിലീസായിരിക്കുന്നത്. ഇനി അടുത്തത് സുരേഷ് ബാബു സാറിൻ്റെ സുരേഷ് ബാബു സാറിൻ്റെ DNA എന്ന് പറഞ്ഞ പടമാണ്. പിന്നെ നമ്മുടെ ഗുരുവായൂരമ്പൽ നടയിലിൻ്റെ ഡയറക്ടർ ബിപിൻ ദാസ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന വാഴ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങാനുണ്ട്. MA നിഷാദക്കാടെ ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം. അങ്ങനെ 3-4 പടം ഇറങ്ങാനുണ്ട്. അഭിനയിച്ച 3-4 പടങ്ങൾ ഇറങ്ങാനുണ്ട്. പിന്നെ സംവിധാനം ചെയ്യുന്ന പടം ഈ കൊല്ലം അവസാനത്തോടു കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നടക്കാനുണ്ട്. അങ്ങനെ പല പരിപാടികളുണ്ട്. സിനിമയല്ലേ, നമുക്കത് പൂർണ്ണമായും നടന്ന് തീരുന്നത് വരെയും നടന്നു എന്ന് പറയാൻ പറ്റില്ല മൈക്കെടുത്ത് വെച്ച്. അതുകൊണ്ടാണ് പലതും പ്ലാനുകളിലുണ്ട്, അതിൻ്റെ പുറകിൽ തന്നെ ഉണ്ട്, അധ്വാനിക്കുന്നുണ്ട്. ശരിയാകുമായിരിക്കും, ആവും. തീർച്ചയായിട്ടും എല്ലാം ശരിയാകട്ടെ എന്ന് ആശംസ നേരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ 2 കാര്യം പറയാനുള്ളത്. രാവിലെ തൊട്ട് ഞാൻ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല കഴിവുള്ള കുട്ടികളാണ്. നിങ്ങളുടെ ഒരു കഴിവ് കുട്ടികൾ മാത്രമല്ല, പ്രായം ചെന്ന് ഒരു അമ്മയും മോനും ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു. അവർക്ക് ഒന്നും കൂടെ ഒരു കൈയടി കൊടുത്താൽ ഒട്ടും നഷ്ടമുണ്ടാവില്ല എന്ന് പറയാണ്. ഇവരൊക്കെ വളർച്ച കാണുമ്പം നിങ്ങളുടെയൊക്കെ പഴയ കാലം ഓർമ്മ വരുന്നില്ലേ? ഉറപ്പായിട്ടും ഇവരുടെ ഈ നമുക്ക് ഇപ്പം കോമ്പറ്റീഷൻ കൂടി അവസരം കൂടി രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ടാണ് കൂടി വന്നിരിക്കുന്നത്. നല്ലൊരു പ്രകടനം, ഒരു 4 മിനിറ്റിൻ്റെ പ്രകടനം, അത് വളരെ നല്ലതാണെങ്കിൽ ഒറ്റയടിക്ക് അത് വൈറലായാൽ ഒരു 20 ലക്ഷം പേരെങ്കിലും കാണും. അവർക്ക് ലോകം മുഴുവൻ പരിപാടി കിട്ടും. നമുക്കൊരു ഉത്സവപ്പറമ്പിൽ ഒരു 5000 പേര് വെച്ച് 10 കൊല്ലം പരിപാടി ചെയ്യണമായിരിക്കും. ചിലപ്പോൾ ഒരു 10 ലക്ഷം പേര് നമ്മളെ ഒന്ന് കണ്ടറിയണമെങ്കിൽ. ഇപ്പോൾ അത്രയും സ്കോപ്പുണ്ട്. ആ സ്കോപ്പുകൾ പരമാവധി ഇത്തരത്തിലുള്ള വേദികളിലൂടെ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതേ പറയാനുള്ളൂ. റൈറ്റൽ പ്രസൻസ്, ഫ്ലൈ വേൾഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ മിന്നും താരം കോ-സ്പോൺസേഴ്സ്, മെർമെയ്ഡ് ഹോട്ടൽ കൊച്ചി, ഒപ്പം ഡോക്ടർ സെറീനാസ്, ബാക്ക് ടു ബാലൻസ്, ഫോർമാൾ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഈ ഇന്ത്യാസ് ബിഗസ്റ്റ് മിമിക്രി കോമ്പറ്റീഷൻ പ്രോഗ്രാം മിന്നും താരത്തിൽ ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സന്തോഷപൂർവ്വം വെൽക്കം KNK. നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഗോപി ഫംഗ്ഷനിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഈ ഗോപി ഫംഗ്ഷനിൽ സംവാദിക്കാനെത്തിയ പ്രമുഖ അതിഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. മലയാള സിനിമയിൽ അമ്പിളിക്കല ചൂടിയ, ചിരിയുടെ മാനപ്പടക്കങ്ങൾ തീർക്കുന്ന, നമ്മുടെ സ്വന്തം അമ്പിളി എന്ന് വിളിക്കുന്ന ജഗതി ശ്രീകുമാറിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം ഗോപി ഫംഗ്ഷനിലേക്ക്. നമസ്കാരം. വരാൻ വൈകിയോ? വരാൻ അല്പം ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വൈകി. വയറ്റിലാണോ ബ്ലോക്ക് ഉണ്ടായത്? അതെ, വയറ്റിലായിരുന്നു ബ്ലോക്ക്. വയറ്റിലായിരുന്നു ബ്ലോക്ക്. അതെ, താങ്കൾ ജഗതി ശ്രീകുമാർ. ജഗതി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ സ്ഥലമാണ്. ശ്രീകുമാർ എന്നാണ് എൻ്റെ പേര്. എൻ്റെ അച്ഛനിട്ട പേരാണ് ശ്രീകുമാർ. ജഗതിയിലാണ് ജനിച്ചത്? അതെ.
ജഗതിയിലെ ഏത് ഭാഗം? അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല, എൻ്റെ എല്ലാ ഭാഗവും ചെയ്യിച്ചത് ജഗതി തന്നെയാണ്. താങ്കൾ ഒരു കോമഡിക്കാരനാണല്ലേ? കോമഡിക്കാരനല്ല, ഞാൻ ജഗതിക്കാരനാണ്. അതെ, വീണ്ടും കോമഡി. എങ്കിൽ ഒരു കോമഡി പറഞ്ഞാട്ടെ. അങ്ങനെ പറയുമ്പോൾ വാരി വിതറാനുള്ളതല്ല കോമഡി. എങ്കിൽ ഈ കോമഡിയെ കുറിച്ച് പറയുമ്പോൾ റൈറ്റൽ നടത്തുന്ന പരിപാടി മിമിക്രിക്കാരുടെ സംഘടനയാണ്. ഈ മിമിക്രിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഒരു അതുല്യ കലാകാരനുണ്ട്, ശ്രീ ജാഫർ ഇടുക്കി. അദ്ദേഹത്തിന് എന്താണ് താങ്കളോട് പറയാനുള്ളത് എന്ന് കേൾക്കാം. എന്റെ പൊന്നും പടച്ചോനെ, ഇതാരെ കണ്ടേക്കണം? ജഗദീശനല്ലേ? അതേപോലെ തന്നെ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ രചനം പറയൂ. അതായത് സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മലയാള സിനിമ പേര്, ആ താരത്തിൻ്റെ പേരെന്ന് പറയാമോ? മലയാള സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പ്രേംനസീറാണ്. പ്രേംനസീർ സാർ ചുറ്റിലൊന്നും ആരും അറിയാറില്ല. അദ്ദേഹം പണത്തിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ഒന്നും പറയാറില്ല. പാവപ്പെട്ടവന് വേണ്ടി എല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ജഗദീഷ് കുമാർ. എന്നാൽ ഇപ്പോഴത്തെ താരങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട നടൻ എന്ന് പറയുന്നത് പത്മശ്രീ ഭരത് മോഹൻലാലാണ്. തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു കലാകാരനാണ്, നല്ലൊരു ഗായകനാണ്. അപ്പോൾ അദ്ദേഹം പാടിയ ഒരു പാട്ട് നമുക്കിവിടെ കേൾക്കാം. അന്നാര കണ്ണാവാ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ, മൂവാണ്ടൻ മാവേൽ വാവ ഒരു പുന്നാരത്തേൻ കനി താത്ത, നങ്ങേടി പശുവിൻ്റെ പാൽ വെള്ളിപ്പിഞ്ഞാണത്തിൽ നിനക്കേകാം, ഒരു കാം ഞാൻ പൊന്നോണം ചങ്ങാതി. വളരെ മനോഹരമായ ഒരു ഗാനം. ഇനി നമ്മുടെ നാടകരംഗത്ത് നിന്നും താങ്കൾക്ക് ഏത് താരത്തെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? നാടകരംഗത്തെ കുറിച്ച് പറയുന്നത് കൊട്ടാര ശ്രീധരനായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ സായികുമാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും ഒരു മിമിക്രിക്കാരാണെന്ന് സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ ഇൻഹരികരണങ്ങൾ അദ്ദേഹം അഭിനയിച്ച ഒരു ക്ലൈമാക്സ് രംഗമുണ്ട്. ആ സീൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. സേതു, ഞാൻ അവനെ കൊന്നടാ. എൻ്റെ അപ്പച്ചനെ കൊന്നവനെ ഈ കൈ കൊണ്ട് ഞാൻ കൊന്നു. ഇത് കണ്ടോ? ഇത് മുഴുവൻ എൻ്റെ അപ്പച്ചൻ്റെ. ഇതിനു വേണ്ടിയിട്ടാ അവൻ എൻ്റെ അപ്പച്ചനെ കൊന്ന് കറി തള്ളിയത്. 20 വർഷത്തെ കണക്ക് ഞാനിന്ന് തീർത്തടാ. ഇനി എനിക്കിന് നാട്ടിൽ പോകണം. അപ്പച്ചൻ ആഗ്രഹിച്ച പോലെ എൻ്റെ അമ്മച്ചി എനിക്ക് പൊന്നുകൊണ്ട് വാഴിക്കണം. സേതു, പൊന്നുകൊണ്ട് വാഴിക്കണം. ഫണ്ടാസ്റ്റിക്, മാർവലസ്, എക്സലന്റ്. ഇനി സിനിമാ രംഗത്ത് തന്നെ ഒരുപാട് നടിമാരുണ്ട്. ഇന്നൊക്കെ പഴയ കാലത്ത് മനോഹരമായി നൃത്തം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാലത്ത് ഡിസ്കോ ഡാൻസിലൂടെ നമ്മുടെ ഹരം കൊള്ളിച്ചൊരു നടിയുണ്ടായിരുന്നു. അതായത് മറ്റാരുമല്ല, നമ്മുടെ സീമയല്ലേ. സീമ ചേച്ചി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള താരമാണ്. സീമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സീമ ആ കാലത്തൊന്നും സ്വന്തമായിട്ട് ഡബ്ബ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നടിയല്ല. പക്ഷെ സീമ ഡബ്ബ് ചെയ്തൊരു സിനിമയിൽ ഞാനും ഭാഗമായിട്ടുണ്ട്. അതിൽ ഞാൻ വട്ടോളി എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിരുന്നു അവതരിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ആ സീൻ ഒന്ന് കണ്ടു നോക്കാം. സീമയുടെ ഒറിജിനൽ ശബ്ദം അതിലാണ് അവർ ശരിക്കുള്ള സിനിമ ഡബ്ബ് ചെയ്തത്. ആ സിനിമയിലാണ്. അതൊന്ന് കേട്ടു നോക്കാം. എൻ്റെ സ്കൂളിൻ്റെ ഒഫീഷ്യൽ മാറ്റേഴ്സ് നിങ്ങൾ എന്തിനറിയണം? യു ഹാവ് നോ റൈറ്റ് ടു പീപ്പ് ഇൻ ടു മൈ പ്രൈവസി. മൈൻഡ് ഇറ്റ്. നിങ്ങൾ പോലീസുകാരുടെ മറ്റടുത്ത മുറയൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. വളരെ മനോഹരമായിരിക്കുന്നു. എന്തായാലും നമുക്ക് ഗോപി ഫംഗ്ഷൻ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കും. അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, താങ്കൾ വന്നപ്പോ മുതലേ താങ്കളുടെ കയ്യിൽ ഒരു പേര ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു അർത്ഥം? ഇത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാനിത് കാര്യം പറയാം. ഇത് എൻ്റെ ആയുധമാണ്. ഞാൻ വരുന്ന ഏത് വ്യക്തിയാണെങ്കിലും കുത്തി കുത്തി ചോദിച്ചവരെ കരയിപ്പിക്കും. അവർ കരഞ്ഞില്ലെങ്കിൽ ഞാൻ പേന കൊണ്ട് കണ്ണിൽ കുത്തി കരയിപ്പിക്കും. അതാണ് ഗോപി ഫംഗ്ഷൻ. അപ്പൊ ഇതിന്റെ പേര് ഗോപി ഫംഗ്ഷൻ അല്ല, ശരിക്കും പറഞ്ഞാൽ തോൽവി ഫംഗ്ഷൻ എന്നാണ് ഇടുന്നത്. എക്സാക്ട്ലി.